നന്ദേശ്, ശ്രീനാരായണ പബ്ലിക് സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥി. ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് എല്ലാം നല്ലത് തന്നെ. പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് ബുദ്ധിമാനായ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. രാജാവിന് നായാട്ടു എന്ന് വെച്ചാൽ വളരെയധികം ഇഷ്ടമായിരുന്നു. സമയം കിട്ടുമ്പോഴെല്ലാം രാജാവ് മന്ത്രിയെയും ഭടന്മാരെയും കൂട്ടി നായാട്ടിന് പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നായാട്ടിന് പോകുന്ന വഴി രാജാവിന്റെ കൈമുറിഞ്ഞു ചോര വീഴാൻ തുടങ്ങി. അപ്പോൾ മന്ത്രി പറഞ്ഞു, അത് നല്ലത് തന്നെ. എന്ത്, എന്റെ കൈമുറിഞ്ഞു ചോര വീഴുമ്പോഴാണോ അത് നല്ലത് തന്നെ എന്ന് പറയുന്നത്? ഈ മന്ത്രിയെ കൊണ്ട് ജയിലിലടിക്കൂ, രാജാവ് ഭടന്മാരോട് ആജ്ഞാപിച്ചു. അപ്പോൾ മന്ത്രി പറഞ്ഞു, അതും നല്ലത് തന്നെ. രാജാവിന്റെ ഭടന്മാർ മന്ത്രിയെ കൊണ്ട് ജയിലിലടിച്ചു. വീണ്ടും രാജാവ് നായാട്ട് തുടർന്നു. പെട്ടെന്നതാ ഒരു സിംഹം രാജാവും ഭടന്മാരും പേടിച്ചു വിറച്ചു. രാജാവിന്റെ ഭടന്മാർ 4 വശത്തും ഓടി മരത്തിന് മുകളിൽ കയറി. രാജാവാണെങ്കിലോ ബോധം കിട്ടി വീണു. സിംഹം രാജാവിന്റെ അടുത്തു വന്ന് മണത്തു നോക്കി. സിംഹത്തിന് ചോരമണമുള്ള ഇറച്ചി ഇഷ്ടമായിരുന്നില്ല. സിംഹം രാജാവിനെ തിന്നാതെ നടന്നുപോയി. അപ്പോഴാണ് രാജാവിന് മനസ്സിലായത്, തൻ്റെ കൈമുറിഞ്ഞ് ചോര വന്നില്ലായിരുന്നെങ്കിൽ ആ സിംഹം തന്നെ തിന്നുമായിരുന്നെന്ന്. ഉടനെ രാജാവ് ഭടന്മാരോട് പറഞ്ഞ് മന്ത്രിയെ ജയിലിൽ നിന്ന് പുറത്താക്കി. മന്ത്രിയെ കണ്ടതും രാജാവ് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി. എൻ്റെ കൈമുറിഞ്ഞ് ചോര വന്നില്ലായിരുന്നെങ്കിൽ ആ സിംഹം എന്നെ വെട്ടി വീങ്ങുമായിരുന്നു. അപ്പോൾ മന്ത്രി പറഞ്ഞു, അങ്ങനെ ജയിലിൽ അടച്ചില്ലായിരുന്നെങ്കിൽ ആ സിംഹം എന്നെയും വെട്ടുവീങ്ങുമായിരുന്നു. എനിക്കാണെങ്കിൽ മരത്തിൽ കയറാനും പോലും അറിയില്ല. എല്ലാവരും കൂട്ടത്തോടെ ചിരിച്ചു. രാജാവ് മന്ത്രിക്ക് കുറെ സമ്മാനങ്ങൾ കൊടുത്തു. എല്ലാവർക്കും സന്തോഷമായി. കൂട്ടുകാരെ, ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നല്ലതിനു വേണ്ടിയാണെന്ന് വിചാരിക്കാം. നന്ദി.